സുനിൽ, ഒരു സംശയം. നേരത്തെ ഈ പുഴയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ സുനിൽ പറയുകയുണ്ടായി വലിയ ഒഴുക്കുള്ള പുഴയാണ് എന്നുള്ള കാര്യം. അങ്ങനെയാണെങ്കിൽ ഈ അപകട സമയത്ത് ഈ വാഹനം പുഴയിലേക്ക് പതിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഒഴുകിപ്പോകാനുള്ളൊരു സാധ്യത കൂടിയില്ലേ? ഒഴുകിപ്പോകാനുള്ള സാധ്യത പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയില്ല അമൃത. കാരണം ആ ടാങ്കർ ഒഴുകി പോകുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. പക്ഷേ ലോറി ഒഴുകി പോകുന്ന ദൃശ്യങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അത്ര വലിയ ടാങ്കർ ഒഴുകി പോകുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ഈ ടോറസ് വാഹനവും ഒഴുകിപ്പോകാൻ, ലോറിയും ഒഴുകിപ്പോകാനുള്ള സാധ്യത തന്നെയാണ്. അത് പ്രതീക്ഷിക്കേണ്ടതാണ്. അത് ഒരുപക്ഷെ അത്തരമൊരു സാഹചര്യം പൂർണ്ണമായും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഈ മണ്ണിനൊപ്പമാണ് ഈ ലോറിയും പുഴയിലേക്ക് പതിക്കുന്നതെങ്കിൽ സ്വാഭാവികമായും ചിലപ്പോൾ ഈ മണ്ണിനടിയിൽ, ഈ ചെളിയിൽ ഇത് പുതഞ്ഞു പോകാനുള്ള സാധ്യതയുമുണ്ട്. ആ കാര്യം കൂടി ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ മറ്റൊരു സാധ്യത കൂടി ഉള്ളത്, ഈ ലോറിക്കുള്ളിൽ ആ സമയത്ത് അർജുൻ ഉറങ്ങുകയായിരുന്നു എന്നാണ് അന്ന് ദൃക്സാക്ഷികളുടെയൊക്കെ മൊഴിയിൽ നമുക്ക് മനസ്സിലാവുന്നത്. ഒരുപക്ഷെ ഈ മല ഇടിഞ്ഞു വന്ന മണ്ണിടിച്ചിലിന്റെ ഭാഗമായി ഈ ലോറിക്കുള്ളിൽ നിന്ന് അർജുൻ ലോറിയുടെ പുറത്തേക്ക് തെറിച്ചു പോയിട്ടുണ്ടോ എന്ന കാര്യം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും ലോറിയെങ്കിലും കണ്ടെടുക്കുക, അതിനുശേഷം മാത്രമേ എന്തെങ്കിലും തരത്തിൽ അത്തരമൊരു നിഗമനങ്ങളിലേക്കൊക്കെ എത്താൻ കഴിയൂ. എന്തായാലും ലോറി ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ലോറിയെക്കുറിച്ച് കൃത്യമായ ഒരു സൂചനയൊന്നും ഇതുവരെ ലഭ്യവുമല്ല. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ ഒരു ഊഹിച്ചു പറയുക എന്നതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ കൃത്യമായ ഒരു സ്ഥിരീകരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതുവരെ അധികാരികളുടെ ഭാഗത്തോ മറ്റോ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും പരിശോധന തുടരുക എന്നത് മാത്രമാണ് ഈ ഘട്ടത്തിൽ നടത്താൻ കഴിയുന്ന ഒരു കാര്യം. അതനുസരിച്ചുള്ള ഒരു പരിശോധന ഇപ്പോഴും തുടരുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി ഈ കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് തെരച്ചിൽ തൽക്കാലത്തേക്ക് ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ ഒരു 6 മണിയോടുകൂടി ഇന്നത്തെ പരിശോധനയും അവസാനിപ്പിക്കും. അങ്ങനെയാണെങ്കിൽ നാളെ വീണ്ടും തെരച്ചിൽ പുനരാരംഭിക്കാനാണ് സാധ്യത.